ക്ഷേത്രം ഐശ്വര്യപ്പെട്ട് കാണുമ്പോൾ മനസ്സിലാക്കാം സമീപവാസികളൊക്കെ ഐശ്വര്യമുള്ളവരാണെന്ന്. ഇങ്ങനെ പരസ്പര പൂരകങ്ങളായതുകൊണ്ട് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് തരും. ചെറുപ്പബലിയോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും ഇതിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കണം. ഇവിടുന്ന് കിട്ടുന്ന എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും സമൂഹത്തിലും ഈ ദേശത്തിലുള്ളവർക്ക് ഐശ്വര്യം നിറയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ പ്രധാനമായിട്ടും കണക്കാക്കുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് നാഗങ്ങളുടെയാണ്. അവരുടെ അനുവാദത്തോടു കൂടിയാണ് മനുഷ്യന് ഈ ഭൂമിയിൽ വാസം ഉറപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ നാഗങ്ങൾക്ക് ദോഷങ്ങൾ വരുത്തുക, നാഗസ്ഥാനങ്ങൾക്ക് ദോഷങ്ങൾ വരുത്തുക, ഇതൊക്കെ നമ്മൾ ഒരു തലമുറ ചെയ്ത 7 തലമുറ അതിൻ്റെ ദോഷങ്ങൾ വരും. നമുക്കറിയാം, ഭഗവാൻ മഹാദേവൻ ഈ പ്രകൃതി സ്വരൂപമാണ്. കാവിൻ്റെ, അതായത് നാഗങ്ങളുടെ അധിപതി മഹാദേവനാണ്. ഈ നാഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വന്ന് പോകുന്ന ആ കൈലാസത്തിലേക്ക് പോകുന്ന ആ സ്ഥാനങ്ങൾ അവർ പോയി കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള ശക്തിവിശേഷം, അതാണ് നമ്മൾ ഈ കാവുകൾക്കൊന്നും ഈ അമ്പലങ്ങളാക്കാത്തത്. അങ്ങനെയുള്ള ആ സ്ഥാനങ്ങൾക്ക് നമ്മൾ അശുദ്ധി വരുത്തുക, ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ കാവുകൾ നശിപ്പിക്കുക, അതുപോലെ തന്നെ അശുദ്ധമായിട്ടുള്ള വസ്തുക്കൾ ആ പ്രദേശത്ത് എഴുതുക ഒക്കെ ചെയ്ത് തന്നെ ഇതറിയാതെ വന്ന് സ്പർശിച്ചാൽ പോലും ഈ നാഗങ്ങൾ തലതല്ലി മരിക്കുമെന്നാണ്. അപ്പോൾ ഒരു ശാപം വരും. ആ ശാപമാണ് ഈ ദോഷമായിട്ട് വരുന്നത്. ബലി എന്ന് പറയുന്നത് ഒരു പൂർണ്ണ സമർപ്പണമാണ്. ആ സമർപ്പണം നമ്മുടെ ഈ സർപ്പബലിയെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ബലി കൊടുത്ത് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഭഗവാനെയും തൃപ്തിപ്പെടുത്തി പരിവാരങ്ങളെയും തൃപ്തിപ്പെടുത്തി ഈ നാഗങ്ങളെ പുറക്കളത്തിൽ കൊണ്ടുവന്ന് അവിടെ ആ 100 പാലും സമർപ്പിച്ച് അവരുടെ അനുഗ്രഹം മേടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ സർപ്പബലിയുടെ സങ്കല്പം. ഇത് വളരെ വിപുലമായിട്ട് ആണ് നമ്മളിവിടെ നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ശുദ്ധിയും എല്ലാം പരിപാലിച്ചുകൊണ്ട്, ഇവിടെ ചിലർ ചോദിക്കും ഇവിടെ കാവുണ്ടോയെന്ന് ചോദിക്കും. കാവുമായിട്ട് ബന്ധപ്പെട്ടല്ല, മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത്. ഈ പ്രദേശത്തിൻ്റെ അധിപതിയായിട്ട് മഹാദേവനാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തോടുകൂടി ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യവും ഉണ്ടാകുമ്പോൾ സ്വാമിജി പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ആ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. എല്ലാവരുടെയും ആ ഒരു പ്രാർത്ഥനയും ആ പ്രവർത്തനങ്ങളും എല്ലാം ഒരിക്കൽ കൂടി ഇതുകൊണ്ട് ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ കാമരൂപിണേ മഹാബലായ നാഗാധിപതേ നമഃ.